എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് +2 ഇംഗ്ലീഷിലെ മെൻഡിങ് വാൾ എന്ന് പറയുന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഇനി വരുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. PYQസിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഒന്നാമതായിട്ട് തന്നെ നമുക്ക് ലൈൻസൊക്കെ തന്നിട്ട് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ 3 വരികൾ തന്നിട്ടുണ്ട്. ആൻഡ് സം ആർ ലവ്സ് ആൻഡ് സം ആർ ലിനിയർലി ബോൾസ്. We have to use a spell to make them balance. Stay where you are until our backs are turned. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ് റൈറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഫ്രം വിച്ച് ദ എബോ ലൈൻസ് ഹാവ് ബീൻ ടേക്കൺ. ഓക്കെ, ഈ പോയം ഏതാണെന്നാണ് ചോദിക്കുന്നത്. മെൻഡിങ് വാൾ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ആൻഡ് വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ സ്റ്റേ വെയർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈനിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? പേഴ്സോണിഫിക്കേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള റിലേറ്റഡ് ആയിട്ട് ലൈൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതുപോലെ പോയറ്റിക് ഡിവൈസൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ ഒരു മെൻഡിങ് വാളിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ കയറി നോക്കുക. മെൻഡിങ് വാൾ അറിയാത്തവരാണെങ്കിൽ അത് നോക്കി പഠിക്കുക കേട്ടോ. കാരണം പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇവിടെ ഈ ഒരു ചോദ്യം നോക്കി എലാബറേറ്റ് ദ ഐഡിയ കൺവൈഡ് ഇൻ ദ ഫോളോവിങ് ലൈൻസ്. ഇതുപോലെ ഏതെങ്കിലും വരികൾ തന്നിട്ട് നമുക്ക് അതിലുള്ള ഐഡിയനെ കുറിച്ചിട്ട് എഴുതാനായിട്ട് പറയും. മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈൻസിനെ പറ്റിയിട്ട് ആ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആ ഒരു ലൈൻ മുതൽ ഹി സേസ് അഗെയിൻ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഇതുവരെയുള്ള ലൈൻസാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് വരികൾ വേണോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം നോക്കിക്കേ. കമൻറ്റ് ഓൺ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ് പോയം മെൻഡിങ് വാൾ. മെൻഡിങ് വാൾ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഏതാനാണ്. സോ ഈ മോഡലുള്ള ചോദ്യങ്ങളും വരാറുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു 2 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ 4 മാർക്ക് 6 മാർക്ക് എങ്ങനെ വേണം നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മെൻഡിങ് വാളിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുന്ന ടൈമിൽ നമ്മൾ ഇതിലുള്ള കണ്ടൻറ്റ് എന്താണ്, ഇതിൽ മെയിനായിട്ട് പറയുന്ന തീം എന്താണ്, ആ തീം അനുസരിച്ച് ഈ ടൈറ്റിൽ എത്രത്തോളം റിലേറ്റ് ചെയ്ത് വരുന്നു, ആ രീതിക്കാണ് നമ്മളവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഇത് റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പോം മെൻഡിങ് വാൾ. അല്ലെ, മെൻഡിങ് വാളിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അല്ലേ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് വാൾസ്? പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദി സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വാൾ ഇൻ മോഡേൺ ലൈഫ്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അത് നിങ്ങൾക്ക് വാൾസിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഈ മതിലുകൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? മതിലിനെ കുറിച്ചുള്ള നല്ലതാണോ അല്ലെങ്കിൽ വേണ്ടാത്തതാണോ, എന്താണോ നിങ്ങളുടെ ഒപ്പീനിയൻ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ലൈഫിൽ ഈ ഒരു വാളിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു റൈറ്റ് അപ്പ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിക്കൊക്കെ നമുക്ക് ജനറലായിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ഒപ്പീനിയൻസ് എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയനിൽ നെയ്ബർഹുഡ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ള റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഈ ലൈൻ വെച്ചിട്ട് പലതരത്തിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഈ ഒരു ലൈൻ വെച്ചിട്ട് എലാബറേറ്റ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലൈൻ കൊണ്ട് പോയറ്റ് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് ഈ ഒരു കവിതയിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ലൈനിൻ്റെ മീനിങ് എങ്കിലും പഠിച്ചിട്ട് പോകട്ടോ. ഇവിടെ മെയിൻലി എന്താണ് പറയുന്നത്? നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും അവിടെ ചെറുതായിട്ടുള്ള രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഓക്കെ, കാരണം ഫ്രീലി ആയിട്ടുള്ള എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അധികകാലം നിലനിന്ന് പോകത്തില്ല. ചെറുതായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മെൻഡിങ് വാളിൻ്റെ അപ്രീസിയേഷൻ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കുക. കാരണം ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഒരു പോയം തന്നിട്ടുണ്ട് ദ ഫെൻസ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു പോയമായിട്ട് നമ്മുടെ മെൻഡിങ് വാളിനെ കമ്പയർ ചെയ്ത് അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഈ ഒരു മോഡലായിരിക്കും നമുക്ക് അപ്രീസിയേഷൻ ചോദിക്കുന്ന ടൈമിൽ ചോദിക്കുന്നുണ്ടാവുക. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതെങ്കിലും ഒരു പോയം തന്നിട്ടുണ്ടാവും, അതുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയം കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെൻഡിങ് വാൾ ഈ തരത്തിൽ അപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മെൻഡിങ് വാളിൻ്റെ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ സമ്മറി എന്താണ്, കണ്ടൻറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. ആരെങ്കിലും പഠിക്കാത്തതായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് അപ്രീസിയേഷനായിട്ട് 8 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ,
ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിൽ തിങ്ക് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് അല്ല പഠിക്കേണ്ട, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചേക്കുക. കാരണം ഇതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. മീൻസ് 1 വേർഡ് സെക്ഷനിലും 2 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ മെൻഡിങ് വാൾ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോരും. നമ്മൾ വേറെയും ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും വേറെ ചെയ്യാനുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇതുപോലെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോരുത്. ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. താങ്ക് യു.